നമസ്കാരം. നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ വെച്ച് ഇന്നലെ ഞാൻ എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നത് ഞാൻ അതേപോലെ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. ഇത് ഏത്തർ എന്ന കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഫോട്ടോയുടെ കൂടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കോഴിക്കോട് അരീക്കാടുള്ള ഏത്തർ ഷോറൂമിന്റെ മുന്നിൽ കണ്ടതാണ്. കാര്യം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന് മാത്രമാണ് ഞാൻ ആ പോസ്റ്റിൽ ചോദിച്ചത്. ഈ സംഭവം ഞാൻ നേരിട്ട് കാണാത്തത് കൊണ്ടാണ് ഈ വണ്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെയൊരു പോസ്റ്റ് ചെയ്തത്. കാരണം ഇതുപോലെയുള്ള പല സംഭവങ്ങൾ മുമ്പ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ അതിനൊക്കെ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ സൂം ചെയ്ത് നോക്കിയാൽ ഏതൊരാൾക്കും ഇവിടെ ഏത്തറിന്റെ സ്വിംഗ് ആം പൊട്ടിയിരിക്കുന്നതായി വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഇടത് ഭാഗത്തുള്ള ഏത്തറിന്റെ ഫോട്ടോ ഞാൻ ഒരു റെഫറൻസിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഗൂഗിളിൽ നിന്നും എടുത്തതാണ്. ഈ കാണുന്ന ഭാഗമാണ് സ്വിംഗ് ആം. ഞാനിത് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഈ സ്വിംഗ് ആമിന്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് പൊട്ടിയതെന്നാണ് വലത് ഭാഗത്തെ ഫോട്ടോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട ഈ ഒരു പോസ്റ്റിന്റെ താഴെ കുറെ കമന്റ്സ് വന്നിരുന്നു. സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടരുതെന്നും അത് കാണുന്നവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് ഈ ഒരു സംഭവം ആക്സിഡന്റ് ആണോ അതോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പോസ്റ്റ് ചെയ്യുക എന്നൊക്കെയായിരുന്നു പൊതുവെ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. അതെല്ലാം മാന്യമായ കമന്റുകളായിരുന്നു. അതിനു പുറമെ സ്ലോ മോഷനിൽ ബുദ്ധി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞവർക്ക് പോലും അറിയില്ല പോലും അവർ എന്താണ് പറഞ്ഞതെന്ന്. ഈയിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹീറോ മോട്ടോകോർപ്പിന്റെ വീഡ എന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലോയ് വീൽ ഒടിഞ്ഞ് ഒരാൾ മരണപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞില്ലെങ്കിൽ മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ തന്നെയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആക്സിഡന്റ് ആയ വീഡ ഇലക്ട്രിക് സ്കൂട്ടർ റോഡിൽ ഒരുപാട് ദിവസം കിടന്നിട്ട് പോലും മറ്റൊരു യൂട്യൂബ് ചാനലും മീഡിയയും ഈ ഒരു സംഭവത്തിന്റെ വീഡിയോ കവറേജ് ചെയ്തിട്ടില്ല. അണ്ടർ ദ സ്റ്റാർസ് എന്ന ചാനലിൽ മാത്രമാണ് അതുള്ളത്. ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അലോയ് വീൽ പൊട്ടി വണ്ടി ആക്സിഡന്റ് ആയി വണ്ടിയിൽ സഞ്ചരിച്ച 2 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന കാര്യം മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. ആ അലോയ് വീൽ പൊട്ടാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഒരു മാസത്തിന് ശേഷമാണ് ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ മരണപ്പെട്ട വിവരം അറിയുന്നതും അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം MVDയിൽ നിന്നും റിപ്പോർട്ട് വന്നപ്പോൾ ഹീറോ വിഡയുടെ വീൽ ഒടിയാനുള്ള കാരണം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്നും മനസ്സിലായത്. ഈ കേസ് അന്വേഷിച്ചവരും വക്കീലും പറഞ്ഞത് നമ്മൾ ചെയ്ത വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും മുന്നോട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ വീഡിയോ ഉപകരിക്കുമെന്നുമാണ്. ആ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപകടം സംഭവിച്ച കുടുംബത്തിന് നീതി ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഹീറോ വിഡയുടെ അലോയ് വീൽ ഒടിയാനുള്ള കാരണം അറിയുന്നതുവരെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാതെ ഞാൻ കാത്തിരിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സംഭവത്തിന്റെ ഗതി തന്നെ മാറിപ്പോയനെ. കാരണം സാധാരണക്കാരായ ഞങ്ങളുടെ എതിർഭാഗത്ത് ഹീറോ മോട്ടോകോർപ്പ് എന്ന കുത്തകകളാണ്. എന്നോട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യം പറയാൻ നിർബന്ധിതനായതാണ്. ഏത്തറിന്റെ സ്വിംഗ് ആം ഒടിഞ്ഞത് ഈ ഒരു ഫോട്ടോയിൽ നിന്നും വ്യക്തമാണെങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ആക്സിഡന്റ് ആയതാണോ അതോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണോ? നിർത്തിയിട്ട വണ്ടിയുടെ സ്വിംഗ് ആം ഓടിയില്ലല്ലോ അല്ലേ? അതുകൊണ്ട് നമുക്കറിയാം തീർച്ചയായിട്ടും ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓടുന്ന വണ്ടിയായാലും നിർത്തിയിട്ട വണ്ടി ആയാലും ഏതെങ്കിലും ഒരു വാഹനം പിറകിൽ വന്ന് നല്ല ശക്തിയിൽ ഇടിച്ചാൽ, അതായത് ഒരു മേജർ ആക്സിഡന്റ് ആണെങ്കിൽ സ്വിംഗ് ആം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ പിൻവശത്ത് ഒരു പോറല് പോലും സംഭവിച്ചതായി കാണുന്നില്ല. ഓവർ വെയിറ്റുമായി അത്യാവശ്യം നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് വലിയ ഗട്ടറിലൊക്കെ ചാടിപ്പോയാൽ ഒരുപക്ഷെ സ്വിംഗ് ആം ഒടിഞ്ഞേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഒരുപാട് പരിക്കുകൾ കാണാൻ സാധ്യതയില്ല. ഈ ഒരു വണ്ടി കണ്ടിട്ട് ഗട്ടറിൽ ചാടി സ്വിംഗ് ആം ഒടിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ അതെന്റെ തോന്നൽ മാത്രമായിരിക്കാം. കഴിഞ്ഞ 4 വർഷത്തെ എന്റെ അറിവിൽ ഇതുപോലെ ഏത്തറിന്റെ സ്വിംഗ് ആം ഒടിഞ്ഞു പോകുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വിംഗ് ആം ഒടിയുന്ന സമയത്ത് ഈ വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു? ഓവർ വെയിറ്റ് ആയിരുന്നോ അതുപോലെ ഓവർ സ്പീഡ് ആയിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ വണ്ടിയിൽ സഞ്ചരിച്ചവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും വണ്ടിയിൽ സഞ്ചരിക്കുന്നവർക്ക് അത് ഏത് വണ്ടിയായാലും ശരി 100% സേഫ്റ്റി കമ്പനിയുടെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ടത് നിർബന്ധമാണ്. ഈ ഒരു സംഭവം ഒരു വിശ്വാസത്തിന്റെയും കൂടി പ്രശ്നമാണ്. ഏത്തറിന്റെ വണ്ടികൾക്ക് മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അതൊന്നും മറച്ചു വെക്കാതെ പ്രശ്നങ്ങളുടെ കാരണം വ്യക്തമാക്കുകയും പിന്നീട് അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏത്തറിനോട് ഒരു വിശ്വാസവുമുണ്ട്. ഈ സ്വിംഗ് ആം ഒടിഞ്ഞ കാര്യത്തിലും കാരണം വ്യക്തമാക്കി ഏത്തർ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.